തങ്കം തങ്കം ആ നീ വന്നേ കേട്ടോ അളിയനും ഡ്യൂട്ടിയും വന്നു അയ്യോ രക്ഷപ്പെട്ടു. എത്രട്ടെ 100 ഓക്കെ. ആ നിങ്ങൾ വിളിക്കും. ഞാനോ വഴി പോയി വിളിക്കും എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. അതെ ഞാൻ വിളിക്കാം, പക്ഷെ നീയായിട്ട് സംസാരിച്ച് കൊളാക്കരുത്. ഞാൻ എല്ലാം മാനേജ് ചെയ്തോളാം കേട്ടോ. ഞാൻ വിളിക്കാം. പറയുന്നു ഇനി ഒരു കാര്യം ചെയ്യാം, ആദ്യം ഒന്നര കുളിക്കാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ കുളിക്കല്ല. അളിയാ ആ എവിടെ ആയിരുന്നു ഇത് രണ്ടാളും കൂടെ? ഓ ഒന്നും പറയണ്ട, ആകെ ടയർഡായി എന്ന് പറഞ്ഞ പോലെ. ഞങ്ങൾ എത്രയോ നേരമായി ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നേ. അങ്ങനെ ആ പൊട്ട ട്രെയിൻ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടുവല്ലേ? പിടിച്ചിടും, ഭരണം മാറണം, എന്നാലേ ഇതൊക്കെ ശരിയാവുള്ളൂ. ആ അതെ ഞങ്ങള് കുളിച്ചേണ്ട് വരാട്ടാ. അല്ലേടാ അവിടെ പോയിട്ട് അങ്ങോട്ട് വരാം. അല്ല കൊച്ചു പറഞ്ഞ കാര്യമുണ്ട്, ചൂടോടെ കഴിക്കാം, ചൂടോടെ കഴിച്ചു കഴിഞ്ഞിട്ട് ചൂടോടെ കുളിക്കാം. അതന്നെ അങ്ങനെ ആയിക്കോട്ടെ. വാളിയാ തങ്കം. ഓ ഒന്നും പറയണ്ട. എങ്ങനെയുണ്ടായി പരീക്ഷ? പരീക്ഷ എന്താ പതിവ് പോലെ തന്നെ. നീ പിന്നെ എന്ത് കാര്യത്തിന് ഇവിടെ എന്നീ പരീക്ഷ എഴുതാൻ കൊണ്ടുപോണേ? അവക്കൊന്നും ഒന്നും അറിയാനും പാടില്ല. നല്ലതായിരുന്നു, ശരിക്കും നല്ലതായിരുന്നു. അവരെന്താ അറിയാമോ, ചുമ്മാ ഒരു ടൂർ പോയി കെട്ടിയാലും കെട്ടികളും കൂടെ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായി? യാത്ര എന്താ ഒരു വക കഴിച്ചില്ല, മടുത്ത്. ശരിക്കും പറഞ്ഞാ എന്തൊരു ദൂരെന്നറിയാമോ? ഓ ഇങ്ങനെ വിശന്നിരിക്കാൻ ഏതൊരു ഹോട്ടലിൽ കയറി വല്ലതും കഴിച്ചിട്ടൊന്നുകൂടെ? ആ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഞാൻ അവളോട് പറഞ്ഞാണ്, അവൾക്ക് വയറ് പിടിക്കില്ല. അത് ഞാൻ അന്നേ നിർത്തിയത്. ഓർമ്മയില്ലേ അന്നൊരു സ്ഥലത്ത് പരീക്ഷയ്ക്ക് പോയിട്ട് ഏതാണ്ട് കഴിച്ച് ഫുഡ് ഏതാണ്ടല്ല, അതെന്താ കോഴി എങ്ങാണ്ട് കഴിച്ചിട്ടാ കുഴപ്പമുണ്ടായില്ലേ? എനിക്ക് വേണ്ടേ വിശക്കണ എടുക്കടി എടുക്ക്. വേഗം ആവട്ടെ. ചിക്കൻ കറിയുടെ മണമൊന്നും വരില്ലല്ലോ. ഇത് ചിക്കൻ കഴിക്കണ്ടേ? നീ എടുക്ക അളിയാ. അളിയോ ചിക്കനൊന്നും വെച്ചിട്ടില്ല. വളരെ സർപ്രൈസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഒരു ഫുഡ്. തങ്കത്തിന് ഒരേ നിർബന്ധം, നിങ്ങൾക്ക് ഇന്ന് ഒരു സർപ്രൈസ് ഫുഡ് തരണമെന്ന്. അതൊക്കെ ഉണ്ട്. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണം മാറാൻ ഏറ്റവും നല്ല ഫുഡാണ് അവ റെഡിയാക്കിയിരിക്കണേ. ബിരിയാണി. കഞ്ഞി എടുത്തോളൂ അടി ഇങ്ങോട്ട്. കഞ്ഞിയാ? കഞ്ഞി കഞ്ഞി നീ കുടിച്ചാ മതി. എന്റെ അളിയാ ഈ നല്ലതാടാ, നല്ല എന്റെ പൊന്നുമോളെ, കഞ്ഞി മാത്രമല്ല അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ട്, ഉണക്കമീനുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്. ഒന്ന് മിണ്ടായിരിക്കാമോ ക്ലീറ്റോ ചേട്ടൻ? എനിക്ക് വേണ്ട കഞ്ഞിയൊന്നും. അതെ നിന്റെ കയ്യിൽ ഞാനൊരു 500 രൂപ തന്നല്ലേ രാവിലെ, അല്ലേ? അപ്പൊ അതിന് സാധനങ്ങൾ വാങ്ങിക്കായിരുന്നില്ലേ? അയ്യോ അതൊക്കെ ഒരു വലിയ കഥയാണ്. ആദ്യം ഫുഡ് കഴിക്കും, ചൂടോടെ എടുക്ക്, കഞ്ഞി എടുക്ക്. അത് കഴിക്കാൻ പറ്റേ, അതോടെ നിക്കട്ട്. ഇതിന്റെ കഥ പറ. അളിയാ അതിന്റെ കഥയെ കേട്ടോണ്ടിരുന്ന കഞ്ഞി തണുത്തു പോകും. നീ കഞ്ഞി എടുക്ക് അളിയാ, അത് ഞാൻ പറഞ്ഞുതരാം. പൈസ 500 രൂപ അവന്റെ കൈ കൊടുത്തു. ഓ അത് ഭയങ്കര സംഭവമുണ്ട്. അപ്പൊ ഗോപി പക്ഷേ എടാ കഞ്ഞി നല്ലതാണ്. കഞ്ഞിയുടെ ഭാഗത്തൊക്കെ നമുക്കറിയാലോ. ഭയങ്കര ചതയായി പോയിട്ട് നാത്തൂനെ. ഞാൻ അവിടെ ഇവിടെ വരെ ചപ്പാത്തും ചിക്കനും സ്വപ്നം കണ്ടോണ്ടോ. എന്റെ കൊച്ചേ, നിനക്ക് ഇടക്കിടക്ക് വയറുവേദന പറഞ്ഞ എന്താന്ന് അറിയാമോ? ഈ ദുഷിച്ച ചിക്കൻ കഴിക്കണോണ്ടാ. ഒന്ന് മിണ്ടായിരിക്കാമോ? ഇവർക്കെല്ലാം കഞ്ഞി എന്ന് പറഞ്ഞാൽ പുച്ഛ. കഞ്ഞിയുടെ മഹത്വത്തെ കുറിച്ച് അറിയാമോ? കഞ്ഞിയുടെ ഔഷധ ഗുണമുണ്ടല്ലോ. ഒരു ഗ്ലാസ് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ അമൃത് കുടിക്കണതിന് തുല്യമാണ്. നീ കഞ്ഞി എടുത്തോ കേട്ടോളിയാ. ചേട്ടാ കഞ്ഞിയിൽ എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഇഞ്ചിയുണ്ട്, ചുക്കുണ്ട്, ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം വയറിന് നല്ലതാണ്, പല അസുഖങ്ങൾക്കും നല്ലതാണ്. വയറുവേദന, പിന്നെ തലവേദന, ഗ്യാസ്. അങ്ങനെ മറ്റേ വീട്ടിക്കുറ്റിമാര് നിൽക്കാതെ പോയിട്ട് വാടി കഞ്ഞി. എനിക്ക് വേണ്ട കഞ്ഞി. കഞ്ഞി കുടിക്കാൻ എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് വേണ്ട, ഞാൻ പട്ടിണി ഇരുന്നോളാം. അങ്ങനൊന്നും പറയരുത്. എന്നെ ഇപ്പൊ കണ്ടു നോക്കിയാ എന്തൊരു പ്രസരിപ്പ, എന്തൊരു ഉന്മേഷമാ. 4 മാസം വഴിയാ ഞാൻ ചിക്കൻ ഇതെല്ലാം നിർത്തിയിട്ട് ഇപ്പൊ കഞ്ഞി മാത്രമേ കുടിക്കൂ. ഞങ്ങൾ പാർട്ടിക്കാർ കഞ്ഞികളെല്ലാം കഞ്ഞിയാണ് കുടിക്കണേ. അല്ല പാർട്ടി ഓഫീസിന്റെ അടുത്തൊരു കഞ്ഞിക്കട എല്ലാം തുടങ്ങിയിട്ടുണ്ട്. എന്തിന്? നമ്മുടെ പാർട്ടിയിലെ ഹസൻകുട്ടി കയ്യില് ഒരു ഇഫ്താർ പാർട്ടി നടത്തി. എന്തൊക്കെയായിരുന്നു അറിയാമോ ഫുഡ്? ചിക്കൻ, മട്ടൺ, ബീഫ്, പൊറോട്ട. ഞാൻ തൊട്ടില്ലല്ലോ, ഒരു സാധനം തൊട്ടില്ല. പ്ലേറ്റ് അന്തസ്സായിട്ട് എന്ത് ചെയ്ത് കഞ്ഞി മാത്രം കുടിച്ചു. ഇനി പാലായിലെ കൊച്ചപ്പച്ചന്റെ മോളുടെ എൻഗേജ്മെന്റ്, അവിടെ എന്തായിരുന്നു? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പോർക്ക്, പോത്ത്, കാള, ഇതൊന്നും ഞാൻ തൊട്ടില്ല. പ്ലേറ്റ് അതിന് തുടയില്ല. എനിക്ക് വേണ്ട ഇച്ചിരി കഞ്ഞി എന്നാ ഞാൻ അത് സന്തോഷത്തോടെ കുടിച്ചോണ്ടാ കിടക്കും. കഞ്ഞിയാണ് വേണ്ട. ഹലോ എന്താ ഫാസിലേ? എവിടെ? പാതിരാത്രിയും വിടും. പുറത്താ? ഞാൻ അവിടെ അളിയന്റെ അവിടെ ഉണ്ട്. അതെ ഒരു മിനിറ്റ്. കുടിച്ചിട്ടോ? കഴിച്ചിട്ട് പോ. കഴിച്ചിട്ട് പോ.
ഗ്ലാസ് മോൻ കുടി. അത്രയില്ല എനിക്ക് വേണ്ട. എടാ ചേച്ചി നാളെ ഉണ്ടാക്കി തരാം. എനിക്ക് വിശപ്പില്ല, തീർന്നു വിശപ്പ്. മോളെ ഒരു സ്പൂൺ കഴിച്ചു നോക്കിയ നീ ഈ ദേഷ്യം വരെ മാറുന്നില്ല. ഇവള് സ്കൂളിൽ കൊണ്ടുപോണ സ്നാക്സ് ഒന്നും ഇരിപ്പില്ലേ? സ്നാക്സ് ഒക്കെ ഞാൻ ഒഴിവാക്കി, അതെല്ലാം ഒഴിവാക്കി. ഒന്ന് അപ്പൊ കൊച്ചിന് സ്നാക്സ് കൊടുക്കണ്ട, സ്കൂളിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു സ്നാക്സ് കുടിച്ചേക്കും റെഡി. എന്താണ് എന്താ പ്രശ്നം? ആ നീ ഇതെപ്പോ എത്തി? ഞാനോ വന്നോളൂ ഭക്ഷണം കഴിക്കാതിരിക്കുക. അത് ശരി, കഴിച്ചാന്നിട്ട്? ഇല്ല. ആ അത് നന്നായി. അതേ ഷാഹിദയുടെ ആങ്ങള നമ്മുടെ അളിയൻ ഇന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായി വീട്ടില്. അപ്പൊ ഞങ്ങള് കുറച്ച് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്കുള്ള പങ്ക് അവള് തന്നു വിട്ടതാണ്. ആണോ? ആരും കഴിച്ചില്ലടാ, കഴിക്കാതിരിക്കുക. അത് നന്നായി. ഇത്രയും വൈകിയപ്പോ ഞാൻ ഓർത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ. കുഴപ്പമില്ല, അപ്പൊ അന്ന് എല്ലാരും കൂടി കഴിക്കും. നാളെ കാണാം. ഇത്രയും വാശിയൊന്നും പിടിക്കരുത്. ഇതോടെ വല്ല മോഷണം പോലും തന്നെയാ KCB-യിലെ. എന്തെങ്കിലും മണം വരുന്നുണ്ടോ? എന്താണ്? ഇത് എവിടുന്നാ? ഇത് ഇപ്പൊ ഫാസിൽ കൊണ്ടെത്തന്നതാ. ഫാസില് ദൈവമാണ് കേട്ടോ. കഞ്ഞി മാറ്റി, കഞ്ഞി മാറ്റി, കഞ്ഞിയൊക്കെ മാറ്റി. ഇതൊക്കെ മാറ്റി, ഇതൊക്കെ മാറ്റി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റി. ആ അവര് കഞ്ഞി കൊടുത്താൽ മതി. പ്ലേറ്റ് എടുക്ക, പ്ലേറ്റ് എടുക്ക്. പ്ലേറ്റ് എടുക്ക്. ഈ പ്ലേറ്റ് എനിക്ക് വേറെ പ്ലേറ്റ് തരാം. ഏട്ടാ ഇത് മുഴുവൻ എനിക്ക്. നീ അങ്ങ് കഴിക്കും. ഇത് മുഴുവൻ നിനക്കും. ചിക്കൻ ആണോ? ചിക്കൻ ആണോ? ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതെന്തിനാ നീ നോക്കണത്? നിനക്ക് അവിടെ കഞ്ഞി ഉണ്ടല്ലോ, നീ കഞ്ഞി കുടിച്ചാൽ മതി. വിളമ്പ ഞാൻ പറയുന്നതാ. ഞാൻ വിളമ്പി തരാടാ. എനിക്ക് എന്നാ സ്പൂണൊന്നും വേണ്ട. ഞാൻ കൊടുത്തു. വേണ്ട. വേഗം വിളമ്പടാ അങ്ങട്. അവള് കൊടു. ആ മുട്ട. എങ്ങോട്ട്? കൊള്ളാടാ. സൂപ്പർ. എടുത്തോട്ടെ. മുട്ട വേണോ നിനക്ക്? എനിക്ക് മുട്ട ഉണ്ട്. നിനക്ക് മുട്ടയിൽ ഇട്ടേക്കണേ. ആ കൊള്ളാല്ലേ? കുറച്ചുകൂടി ഇട്ടോ. ഒരു കാര്യം ചെയ്യും, വയറ് നിറച്ച് കഴിച്ചോളണം. ബാക്കി ഒന്നുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ കൊണ്ടുപോകും. അതിന് മറ്റു സാധനം എന്തേ? ആ സലാഡ് അകത്തുണ്ട്. അതെ, വേണ്ടാ. ബാക്കി വന്ന സാധനം തിരിച്ചുകൊണ്ടോണ്ടാ. നമുക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കാം. ഇവിടെ എങ്ങനെ വെച്ചാലേ ഇവ എടുത്ത് തിന്നും ചിലപ്പം. ഇഷ്ടമല്ലല്ലോ. അല്ല അല്ലേ? ശരിയാ ക്ലീറ്റോ ചേട്ടന് കഴിക്കും ക്ലീറ്റോ. എന്ത് വേണ്ടേ? കഴിച്ചോട്ടാ. ഓ ഞാനും വിഷമിച്ചിരിക്കുന്നു. കഞ്ഞി എനിക്കും ഇഷ്ടമല്ല. അവിടെ ഇരുന്നോടി, എന്തിനാ നിക്കണേ? അവിടെ ഇരുന്നോ. വെള്ളം വേണോ? ആ വെള്ളം ഉണ്ട് കേട്ടോ. എന്താ വേണ്ടേ? ആഹാ കൊള്ളാം കേട്ടോ, നല്ല ബിരിയാണി. നല്ല രസമുണ്ട് ക്ലീറ്റോ ചേട്ടാ. നീ മുട്ടയും കഴിക്കുമല്ലോ. അതൊന്നും കഴിക്കില്ലാന്ന് ഇപ്പൊ പറഞ്ഞല്ലേ. ഇങ്ങനെ ഇത് എന്തിനാ കഞ്ഞിയൊക്കെ തന്നെ കുടിച്ച് ജീവിക്കാൻ നോക്കണേ? ഇറച്ചിയുടെ കഷ്ണം എടുത്തോ, വേണോ? വേണ്ട വേണ്ട, ഇതിന് ഇഷ്ടമല്ല. അല്ല ഇറച്ചിയുടെ കഷ്ണ വേണ്ട, അല്ല, ഇതിൽ എണ്ണ വെളുക്കൊന്നുമില്ലല്ലോ. കഞ്ഞിക്ക് അങ്ങനെ തരൂല. വേണം എടുത്തോ നീ. ആ എന്നാ വേണ്ട. വേണ്ട.